അങ്ങനെ ഇത് അടുക്കളയിലെത്തി. ചെറിയ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അരക്കാൻ വേണ്ടി പോവാണ്. ഞായറാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ബൺദോശയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അരച്ച് വെക്കാൻ വേണ്ടി പോവാം കേട്ടോ. ബൺദോശയ്ക്ക് അളവ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 1 കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് തേങ്ങയും അതേപോലെ തന്നെ 1/2 കപ്പ് അവിലും കൂട്ടിയിട്ട് നല്ല ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് അരച്ച് വെക്കുന്നത് കേട്ടോ. കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടാണ് പുതിർത്തി വെക്കുന്നത്. അങ്ങനെ അതൊന്ന് അരച്ച് വെച്ചു. അവിടെ നിന്ന് അനങ്ങല് എന്ന് പറഞ്ഞ് ചീത്ത പറയട്ടോ, വീണ് പോയിട്ടുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് സമയം ഇങ്ങോട്ട് വരും, പിന്നെയും ഞാനെടുത്ത് താഴെയിടും. പിന്നെയും ആദ്യം കസേര വെച്ച് കയറി എൻ്റെ അടുത്തേക്ക് വരും, പിന്നെയും ഞാനെടുത്ത് താഴെയിടും. ഇതാണ് കേട്ടോ എൻ്റെ അവസ്ഥ. ബൂമറാങ് പോലെ കറങ്ങി തിരിഞ്ഞ് വരും. അതും ഇതിൻ്റെ മുകളിൽ തന്നെ കയറിയിരിക്കണം. അങ്ങനെ ഞാനെടുത്ത് ആദ്യം കൊണ്ടുപോയി വെച്ചു കേട്ടോ. അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ആദ്യം വന്നു. ഇതാണ് എൻ്റെ അവസ്ഥയുള്ളത്. അങ്ങനെ ഞാനിത് അരച്ച് വെച്ച് ചോറുണ്ണാൻ വേണ്ടി പോകട്ടെ. ചോറിന് അയില പൊരിച്ചതുണ്ട്, പുളിങ്കറി ഉണ്ട്, പിന്നെ തോരൻ, ചീരത്തോരൻ കേട്ടോ. ചീരത്തോരനും ഉണ്ട്, പിന്നെ പപ്പടവും ഉണ്ട്. ഇതായിരുന്നു ഇന്നത്തെ ചോറ് കറിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ചോറ് വെച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. പിന്നെ രാത്രി ചിക്കൻ കറി ഞാൻ ആക്കി വെക്കുന്നുണ്ട്. കാരണം ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കാൻ എന്തായാലും ലേറ്റ് ആവും. അപ്പം ചിക്കൻ കറി ആക്കി വെച്ചിട്ട് കിടന്നുറങ്ങാൻ പോകുന്നു. ടാറ്റ ബൈ ബൈ.